പിന്നെ ആലോചിക്കാൻ വയ്യ. നിന്നെയും നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെയാ പിരിഞ്ഞിരിക്കാന്ന് ആലോചിക്കുമ്പോ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. നീ കൂടെ ഉണ്ടാകുമ്പോ എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യമായിരുന്നു. ഗൾഫിൽ പോക്കും മരണമൊക്കെ ഒരുപോലെ. ഇക്ക, അവിടെ ചെന്നു കഴിഞ്ഞാ പിന്നെ എന്നെ മറന്നു പോരുത്. ഞാനിവിടെ ഒറ്റയ്ക്ക. നിന്നെ മറക്കേ. ഞാൻ ഗൾഫിൽ പോകുന്ന തന്നെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനാ. ഈ ലോകത്ത് നിന്നേക്കാൾ വലുത് എനിക്ക് ആരുമില്ല. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? കേറിയിരിക്കി. എന്താടി മോളെ? എന്താ അതുള്ള റൌഫിന്റെ വിവരം? ജോലി വല്ലതും ആയോ? ഓന്റെ ഒരു വിവരവും ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. ജീവിച്ചിരിപ്പുണ്ടോ തന്നെ പഠിച്ചോനറിയാം. ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാ വിവരമൊന്നും അറിയാത്ത. മരിച്ച വിവരം അറിയിക്ക ഒരുപാട് ആളുണ്ട് അവിടെ. ഏതായാലും ഓർക്ക് മാത്രം അവിടെ പണി കിട്ടാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഓന്റെ പാവത്തരം കൊണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യത്തിൽ ഒരു തന്റെ ഇല്ലല്ലോ. എന്റെ മോനല്ലേ. മനുഷ്യന്മാരിങ്ങനെ അങ്ങോട്ട് പാവാവരുത്, പ്രത്യേകിച്ച് ഈ കാലത്ത്. വീട് വാടക എടുത്തെന്ന് കേട്ട്. ഇനിയെങ്കിലും ഈ വീട് ഒഴിഞ്ഞു തരണ്ടേ ആചാരെ? 6 മാസത്തെ അവധി തന്നത് ഒരു കൊല്ലം കഴിഞ്ഞ്. എന്നിട്ട് എന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്നാലും അവനാൻ കണ്ടറിയണ്ടേ. എന്നാലേ വാടക പുരക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് അനക്ക് എന്നോടൊന്ന് ചോദിച്ചൂടായിരുന്നു? ഈ തിരക്കിട്ട് ഈ വീട് ഒഴിഞ്ഞാലും ഞാനും കുടുംബം ഇങ്ങോട്ട് താമസം മാറ്റാനൊന്നും പോണില്ല. ഏതായാലും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും മാറുന്നില്ല. മാറേണ്ട സമയമാകുമ്പോ ഞാൻ പറയും. മനസ്സിലായില്ലേ? വാടക പുരക്ക് കൊടുത്ത അഡ്വാൻസ് പൈസ തിരിച്ചു വാങ്ങിക്കാള്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നത് മോളെ.